അപ്പോൾ നമ്മളിനി കാണാൻ പോണത് എറണാകുളം ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പാണിയേലി പോരാണ്. അവിടെ എന്ത് പോരാ ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് തന്നെ കാണണം. ഇതാണ് പാർക്കിംഗ്. ഇവിടെ 50 റുപ്യാണ് കേട്ടോ ഒരാൾക്കുള്ള ടിക്കറ്റ് പറഞ്ഞ്. കാർ പാർക്കിങ്ങിന് 30 രൂപയും ബൈക്കാണെങ്കിൽ 10 രൂപയുള്ളൂ. ഇവിടെ നമുക്കൊരു 1.5 കിലോമീറ്ററോളം മുകളിലേക്ക് നടക്കാനുണ്ട്. ഇനി എന്തായാലും കാട്ടുവഴികൾ തന്നെ ആയതുകൊണ്ട് നമുക്കിങ്ങനെ കാടൊക്കെ ആസ്വദിച്ച് കണ്ട കാട്ടുപശു ഉണ്ട് അവിടെ. കാടിനടുത്തുള്ള പശു കാട്ടുപശു അല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞൊരു നാടൻ തട്ടുകട ഉണ്ട്. അത് ഈ വീട്ടുകാർ നടത്തുന്നതായിരിക്കും. അതാണ് ബോർഡറിനകത്തല്ലേ. നല്ല വെള്ളമുണ്ട് കേട്ടോ പുഴയിൽ. അപ്പം നമുക്ക് പാണിയേരി പോര് മാത്രമേ കാണാൻ പറ്റൂ. വെള്ളത്തിലിറങ്ങാൻ പറ്റില്ല, കുളിക്കാൻ പറ്റില്ല. പക്ഷെ വെള്ളത്തിലിറങ്ങാതിരിക്കുന്നതിനാണ് ഒരു കാര്യത്തിൽ നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിയൊഴുക്കുള്ളതും അതുപോലെ തന്നെ കുറേ ചതിക്കുഴികളുള്ള വെള്ളമാണ് ഇതിനകത്ത്. കുറേ കുഴികൾ, കയങ്ങളുണ്ട്, അതുപോലെ കുഴികളുണ്ട്. അത് നമ്മൾ വേനൽക്കാലത്തെ വരുന്ന വെച്ചാൽ കറക്റ്റായിട്ട് കുറേ കുഴി അടിയിലേക്ക് കാണാത്രേ. ഈ പാറ ഒരഞ്ഞൊരഞ്ഞിട്ടേ, അതായത് ഈ വെള്ളം ഇങ്ങനെ ചുഴി ചുറ്റി പോവില്ലേ, ആ ചുഴിയിൽ പെടുന്ന കല്ല് പാറ തുളയ്ക്കും. അത്രയും ശക്തി ഉണ്ട് ഇതിന്. അവിടെ കിടന്ന് ഇങ്ങനെ തുളഞ്ഞിട്ട് വലിയ കുഴികളാണുള്ളത്. ചതിക്കുഴികൾ എന്ന് പറയുന്നതാണ്. പക്ഷെ ഡേഞ്ചറാണ്. അതിനകത്ത് നമ്മൾ കയ്യോ കാലോ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കുടുങ്ങി പോവും. എവിടേക്ക് എന്തൊക്കെയുള്ളത് എന്നുള്ളതൊക്കെ നമുക്കറിയില്ലല്ലോ, നമ്മൾ പുറത്തുനിന്ന് വരുന്നവരല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ സെക്യൂരിറ്റി ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ പുറത്ത് സെക്യൂരിറ്റിക്കാരെ കണ്ടില്ലേ, അതുപോലെ കുറേ സെക്യൂരിറ്റിക്കാരുണ്ട്. ഇയാളെ എവിടേക്കാ പാണിയേലിപ്പോര് കണ്ടോ? ആ അവിടെ കുളിച്ചിറങ്ങി വരുന്നവരൊക്കെ ഡ്രസ്സ് മാറാനുള്ള ചേഞ്ചിങ് റൂമാണ്. വൈൽഡ് എലിഫന്റ് ഉണ്ട് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ടാ. ആണ് ഇലക്ട്രിക് കമ്പി കൊടുത്തിട്ടുള്ളത്. അതെപ്പോഴും വെക്കുന്ന ബോർഡാ. ഇവിടെ പകൽ അങ്ങനെ ആനയെ കാണാറില്ല, രാത്രി കാലങ്ങളിൽ ആന ഇറങ്ങാറുള്ള വഴിയാണ്. കറണ്ട് ഉണ്ടോ തൊട്ട് നോക്കണം നമുക്ക്. കറണ്ട് ഉണ്ടോ അറിയണ്ടേ. ശരിയുണ്ട്. വഴി വേറെ വെട്ടിയിരിക്കുകയാണ് കേട്ടോ. കാട്ടിനുള്ളിൽ കൂടെ കുറച്ച് ക്രോസ് ചെയ്തിട്ട് കെട്ടിയിരിക്കുക. ആ ഭാഗത്ത് കുറച്ച് ചളി കയറിയിട്ടുണ്ട്. എത്താറാവണു നമ്മൾ. ഇവിടെ പ്രളയം വന്നില്ലേ, വെള്ളപ്പൊക്കം വന്നതിന് ശേഷം ഇവിടെ മണൽ കുറച്ച് കയറി തന്നെയാണ് കരയിലേക്ക്. ചിലപ്പോൾ അതായിരിക്കും. പക്ഷെ കാട് നോക്കി, കാട്ടിൽ എന്തായാലും ആന ഉണ്ട്. ബോർഡ് വെച്ചൊന്നും വെറുതെ അല്ല. ഒരു ആനശൂര് കേൾക്കുന്നുണ്ട് നമുക്ക്. ഒന്ന് മണത്തോക്ക്. ആനശൂര് ഇതാണ്. അപ്പോൾ പാണിയേലിപ്പോര് ഇവിടെയൊക്കെ കെട്ടിയിരിക്കുന്നതാണ്. വെള്ളം നല്ല കര കഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. പാറകൾ കാണാനേ ഇല്ല. ഇതിൽ ഇഷ്ടം പോലെ പാറകളാണ് ശരിക്കും അടിഭാഗം. അവിടെ ദൂരത്ത് കാണാനുണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ട് ഒന്ന് എത്താൻ പറ്റുമോ അറിയില്ല. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടല്ലേ. അയ്യവാ. ആ ഇവിടെ കയറുമാടം ആകെ പൊളിഞ്ഞടങ്ങിയിരിക്കുന്നു. അതിന് മുകളിൽ കയറാൻ പറ്റില്ല. എല്ലിക്കമ്പ് വെച്ച് കെട്ടി വെച്ചിരിക്കുന്നു. പക്ഷെ ഇത് വലുതാട്ടോ. നമ്മൾ അവിടെ കണ്ടേക്കാട്ടൊക്കെ വലുതാണ്. സ്ഥലത്തിന് എന്താ ഈ പാണിയേലിപ്പോര് വരാൻ കാരണം, പേര് വരാൻ കാരണം അറിയോ? പാറയിൽ തട്ടിയിട്ടുള്ള ഈ വെള്ളം ഒഴുകണുണ്ടല്ലോ, ഒരു പോര് നടക്കണ പോലെയാണ്. ഞാൻ മുന്നിലേക്ക് ഞാൻ പിന്നിലേക്ക് എന്നുള്ള തരത്തിൽ ഈ വെള്ളം ഒഴുകണത് അങ്ങനെയാണ് ഇവിടെ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വഴി അവസാനിച്ചു വരികില്ലേ നമ്മൾ. പക്ഷെ വഴി അവസാനിക്കുന്നില്ല. ഇങ്ങനെ ഈ പാറയുടെ സൈഡിൽ കൂടെ അല്ലെങ്കിൽ പാറയുടെ മുകളിൽ കൂടെ നമുക്ക് അപ്പുറം കിടക്കാൻ പറ്റും. നമ്മൾ പാറയുടെ സൈഡിൽ കൂടെ പോവാണ്. വെള്ളത്തിലിറങ്ങാൻ പാടാത്തതുകൊണ്ട് നമ്മൾ വെള്ളത്തിലിറങ്ങുന്നില്ല. പാറയുടെ ഇടുക്ക് വഴികളിൽ കൂടെ. മരം കാണാൻ നല്ല രസമുണ്ട് അല്ലേ. നടക്ക്. നല്ല വെള്ളമല്ലേ കാണുമ്പോൾ തന്നെ.
അങ്ങോട്ട് പോകാനുണ്ടോ ചേച്ചിന്? കുറച്ചും കൂടെ പോകാം അല്ലേ? പണ്ട് വെള്ളം ഇല്ലാത്തപ്പോഴാണ് നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റുമല്ലോ. അവിടെ ചെന്നിട്ട് അല്ലേ? പോര് എന്ന് പറയുമ്പോൾ ആ തെറ്റത്താണോ? എന്താ അപ്പോൾ ഇങ്ങനെ ഒരു പോര് എന്നുള്ളൊരു വീഡിയോ നിൽക്കണ്ടേ? ആ 2-3 സ്ഥലത്ത് നിന്ന് വെള്ളം വന്ന് ഒന്നിച്ച് കയറുന്നുണ്ട് അല്ലേ? വെള്ളം തമ്മിലുള്ള പോരാണ്. ശരി, നോക്കി വരണട്ടാ. നല്ല ഇടുങ്ങിയ പാറകളും ഒരു സൈഡ് കാടും ഒരു സൈഡ് പുഴയായിട്ടുള്ള വഴി കൂടെ നല്ല രസമുള്ള നടത്തം. ബാ, പാണിയേരിപ്പോര് കാണാൻ കുറച്ചും കൂടെ നടക്കണം എന്ന് പറഞ്ഞു നമ്മളത്. പോര് കാണാൻ ഇത് പാണിയേരി അല്ലേ? ഓക്കെ, പോരെന്താന്നുള്ളത് 2-3 സ്ഥലത്തുനിന്ന് വെള്ളം വരുന്നുണ്ട്. അവര് തമ്മിലുള്ള പോര് ആരാദ്യം മുന്നിൽ പോകുന്നുള്ളൊരു ഇത് നടത്തുമല്ലോ വെള്ളം തമ്മിൽ. നല്ല സൗണ്ട് ഉണ്ടായിരിക്കും മിക്കവാറോടെ കേട്ടോ വെള്ളത്തിന്റെ. ഓരോ വനാന്തരങ്ങൾ തന്നെ കേട്ടോ അതൊക്കെ. നോക്കിയേ, ആനിറങ്ങും. അതിനാ ഇലക്ട്രിക് ഫെൻസിങ് കൊടുത്തിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, സൗണ്ട് ഉണ്ടായിരിക്കും. സെക്യൂരിറ്റി എല്ലായിടത്തും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർ കൂടുതലുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഇവിടെ കുറേ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. അതിങ്ങനത്തെ ചതിക്കുഴികളും ഇവിടെ വരുന്ന ആൾക്കാർ അബദ്ധത്തിൽ ഇറങ്ങിയിട്ടും കുളിക്കാൻ വേണ്ടി ഇറങ്ങും. ഇവരിപ്പോൾ ഇത്രയും വെള്ളം ഉള്ളതുകൊണ്ട് ഇറങ്ങണ്ടെന്ന് പറയണത്. വെള്ളം കുറവുള്ള സമയത്ത് വെച്ചാൽ നമുക്ക് കുളിക്കാനുള്ള സ്ഥലം, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ഇന്ന ഭാഗത്ത് ഇറങ്ങി കുളിച്ചോ അതിനപ്പുറം പോകരുത് എന്നുള്ളത് ഇവർ പറഞ്ഞു തരും. ഇവർ ഇവിടുത്തുകാർ തന്നെയാണ്, നാട്ടിലുള്ള ആൾക്കാർക്ക് ജോലി കൊടുത്തതാണ്. ഇവർ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന ടീമായതുകൊണ്ട് അവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അറിയാലോ. ഇതാണ് പോര്. അയ്യവാ, അവിടെ നോക്കിയേ. കുറച്ചും കൂടെ പോകാനുണ്ട്. ഇത് വനമാണ്, എല്ലാ വന നിയമങ്ങളും ഇവിടെ ബാധകമാണ്. അനുവദനീയമായ പ്രദേശങ്ങൾ ഒഴികെ മറ്റു ഭാഗങ്ങളിൽ പ്രവേശിക്കരുത്. ഒരു ഊത്ത് വെക്കലാണ്. അത് കഴിഞ്ഞ് ആ കല്ലിലും കാണാം. മുറിച്ച് കിടക്കണമെങ്കിൽ ഈ വെള്ളത്തിൽ കിടക്കാൻ പറ്റില്ല. കാട്ടിൽ നിന്നുള്ള വെള്ളം വരുന്നുണ്ട് കേട്ടോ. നല്ല കുത്തി ഒലിച്ച് മഴ ചെയ്തുകൊണ്ട് തന്നെ നല്ല അടിപൊളി വെള്ളം കാട്ടിൽ നിന്ന് ഒഴുകി വരുന്നുണ്ട്. ആ വെള്ളം ഇവിടെ കുറേയൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് മാത്രമാണ് ഇവിടെ നിന്ന് റിലീസ് ചെയ്തിട്ട് വിടുന്നുള്ളൂ പുഴയിലേക്ക്. പക്ഷെ നല്ല അടിപൊളി സ്ഥലം. നരച്ചിങ്ങനെ നല്ല പ്രായമുള്ള പുഴുവാണ്. എന്താ താടി നരച്ചിങ്ങനെ. അങ്ങനെ പാണിയേരിപ്പോര് കണ്ടിട്ടേ നമ്മൾ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് കേട്ടാ. പോയി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.